UDF സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരി വിരുദ്ധ വേട്ടയിൽ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കൾ തന്നെ കുടുങ്ങുന്നത് സംസ്ഥാനത്ത് വൻ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. തൊടുപുഴയിൽ ഡിവൈഎഫ്ഐ നേതാവും മുൻ LDF സ്ഥാനാർത്ഥിയുമായ TS ഷിയാസും കൂട്ടാളികളും 18.18 ഗ്രാം MDMAയുമായിട്ടും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിയിലായ സംഭവം നാടിനീളെ ലഹരിക്കെതിരെ പ്രസംഗിച്ച് നടന്നവരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. നന്മയുടെയും അധ്വാന വർഗത്തിന്റെയും മുഖം മൂടിയണിഞ്ഞ ചെറുപ്പക്കാരെ രാസലഹരിയുടെ അടിമകളാക്കാൻ തുനിഞ്ഞിറങ്ങിയവർക്ക് മുന്നിൽ ആഭ്യന്തര വകുപ്പിന്റെ ശക്തമായ കരങ്ങൾ എത്തിയത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം പകരുകയാണ്. പകൽ സമയം ഡിവൈഎഫ്ഐയുടെ തെക്കുഭാഗം മേഖലാ സെക്രട്ടറിയായിട്ടും ബ്ലോക്ക് കമ്മിറ്റി അംഗമായും പാർട്ടിയുടെ നയങ്ങൾ പ്രസംഗിക്കുകയും രാത്രിയാകുന്നതോടെ അണിയറയിൽ രാസലഹരിയുടെ വിതരണക്കാരനാവുകയും ചെയ്യുന്ന ലജ്ജാകരമായ അവസ്ഥയാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെ ഇത്തരം വൻ ലഹരി സംഘത്തിന്റെ തലവനായി പ്രവർത്തിച്ചു എന്നത് ജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണ്. മുൻപ് കരുനാഗപ്പള്ളിയിൽ വൻ ലഹരിക്കടത്ത് കേസിൽ CPM കൗൺസിലറുടെ വാഹനം പിടിയിലായതും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും SFI DYFI നേതാക്കൾ ലഹരി മരുന്നുമായിട്ട് പിടിയിലായതുമെല്ലാം ഇത്തരക്കാരുടെ പഴയ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ലഹരി മരുന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ കടത്ത് കേസുകളിൽ CPM SFI DYFI നേതാക്കളും പ്രവർത്തകരും പ്രതികളായ നിരവധി സംഭവങ്ങളാണ് സമീപകാലത്ത് പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിലുടനീളം ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും വലിയ തോതിലുള്ള പൊതുജന വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ സംഭവം അരങ്ങേറിയത് ആലപ്പുഴയിലായിരുന്നു. കരുനാഗപ്പള്ളിയിൽ 1 കോടിയോളം വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ കേസിൽ CPM ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്ന ഷാനവാസിന്റെ വാഹനം എക്സൈസ് പിടികൂടുകയുണ്ടായി. ഈ കേസിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നതിന് നേരിട്ട് നേതൃത്വം നൽകിയത് CPM CR കവല ബ്രാഞ്ച് അംഗവും DYFI നേതാവുമായ ചിത്തരഞ്ജൻ ആണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പിന്നീട് ഇവർക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇടുക്കി തൊടുപുഴയിൽ DYFI തെക്കുഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസ് പിടിയിലായതോടുകൂടി മറ്റ് കഥകൾ കൂടി പുറത്തേക്ക് വരികയാണ്. മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച ആളായതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത്. കോഴിക്കോട് രാസലഹരിയായ MDMA വിൽപ്പന നടത്തുന്നതിനിടെ DYFI നേതാവ് നബീൻ എക്സൈസിന്റെ പിടിയിലാവുകയും ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴ തകഴിയിൽ കഞ്ചാവ് കേസിലും സാമ്പത്തിക തട്ടിപ്പിലും പ്രതിയായ SFI മുൻ ഏരിയ നേതാവും DYFI ഭാരവാഹിയുമായ അമൽ വിൻസെന്റിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരത്തും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ലഹരി വിതരണ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് SFI DYFI പ്രാദേശിക നേതാവായ നിതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാവുകയുണ്ടായി. ഇത്തരം കേസുകളിൽ പ്രതികളാകുന്നവർക്കെതിരെ കേസെടുക്കുകയും ഭൂരിഭാഗം പേരെയും പിന്നീട് പാർട്ടിയിൽ നിന്നും പോഷക സംഘടനകളിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും നാടുനീളെയുള്ള ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്ന സംഘടനകളുടെ ഭാരവാഹികൾ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നത് വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടുമുണ്ട്. മുൻപ് പാർട്ടി ഭരണത്തിന്റെ തണലിൽ എന്ത് കുറ്റകൃത്യവും ചെയ്ത് രക്ഷപ്പെടാമെന്ന് കരുതിയിരുന്നവർക്കാണ് ഇപ്പോൾ പിഴച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പാർട്ടി വ്യത്യാസമില്ലാതെ ക്രിമിനലുകളെ വലയിലാക്കുകയാണ്. എത്ര വലിയ രാഷ്ട്രീയ തണലുകളുള്ളവരായാലും ലഹരി മാഫിയയെ അവരുടെ വേരോടെ പിഴുതെറിയുമെന്ന UDF സർക്കാരിന്റെ ഉറച്ച തീരുമാനമാണ് ഈ അറസ്റ്റിലൂടെ നടപ്പിലായിരിക്കുന്നത്. നവോത്ഥാനവും നന്മയും പ്രസംഗിക്കുന്ന CPM സ്വന്തം പോഷക സംഘടനകളിൽ തഴച്ചു വളരുന്ന ഇത്തരം വിഷവൃക്ഷങ്ങളെക്കുറിച്ച് ഇനിയെങ്കിലും മറുപടി പറയണം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ലഹരി വിരുദ്ധ മാർച്ച് നടത്തുന്നവർ സ്വന്തം നേതാക്കളുടെ ലഹരി ഇടപാടുകൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് അവസാനിപ്പിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു.